ജപിക്കും തോറും വളരെയധികം ആകർഷണ ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം, അസ്ട്ര യൂണിവേഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതായത് ഈ ഒരു മന്ത്രം നമ്മൾ നിരന്തരം ജപിക്കുമ്പോൾ നമ്മളിലേക്കൊരു വശ്യശക്തി, ഈ മന്ത്രത്തിന് മുന്നിലും പിന്നിലുമായിട്ട് ക്ലീം എന്ന കാമബീജാക്ഷരം ചേർക്കുന്നത് കൊണ്ട് തന്നെ അതീവ വശ്യശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നമ്മൾ തുടരെ ജപിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ ചുറ്റുമുള്ള ആളുകളുടെ സ്നേഹവും ബഹുമാനവും അവരുടെ അംഗീകാരമൊക്കെ നമ്മളെ തേടി വരുന്നതായിരിക്കും. എല്ലാവരുമായിട്ടൊരു സൗഹൃദത്തിൽ, ഒരു സന്തോഷത്തിൽ പോകുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ വഴക്കുകളും പിണക്കങ്ങളൊക്കെ മാറ്റി എല്ലാ കാര്യത്തിലും നമുക്കൊരു ഭാഗ്യം കൊണ്ടുതരുന്ന ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹപൂർത്തിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ശത്രു ശല്യം അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശക്തമായിട്ടുള്ളൊരു മന്ത്രമാണ്. ചതുരക്ഷരി ഗോപാല മന്ത്രം എന്നാണ് ഈ ഒരു മന്ത്രത്തിന് പറയുന്നത്. ഇപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള മന്ത്രമാണ്. ഇപ്പോൾ ആ മന്ത്രത്തിൻ്റെ ഋഷി നാരദനും ഛന്ദസ് ഗായത്രിയും ദേവത കൃഷ്ണനുമാണ്. ക്ലീം കൃഷ്ണ ക്ലീം, അതാണ് മന്ത്രം. വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ്. ഈ മുന്നിലും പിന്നിലും ഈ ബീജാക്ഷരങ്ങൾ ചേരുമ്പോഴേക്കും ആ ഒരു മന്ത്രത്തിന് വലിയ രീതിയിലുള്ള വശ്യശക്തി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടരെ 108 തവണ ഈ ഒരു മന്ത്രം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നല്ലൊരു വശ്യശക്തി, ഒരു ആകർഷണ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴായാലും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വശ്യശക്തിയാണ്, അല്ലെങ്കിൽ ആകർഷണ ശക്തിയാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശക്തിയാണ് വേണ്ടത്, അത് ഏതൊരു മേഖലയിലാണെങ്കിലും. അപ്പോൾ ഈ ഒരു ആകർഷണ ശക്തി ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മേലൊരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മന്ത്രത്തിന് വ്രതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നിങ്ങൾക്ക് ജപിച്ച് തുടങ്ങാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.